ഡോക്ടർ അതുപോലെ തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ടാകുമോ? വരാം. കാരണം തൈറോയ്ഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കണ്ടീഷൻസ് ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം പറയുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ നമുക്ക് സ്ത്രീകളിലാണെങ്കിൽ അമിതമായ രക്തസ്രാവം വരാം, മെനറേജിയ. അതേപോലെ തന്നെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ ചിലപ്പോൾ ഒളിഗോമെനോറിയ, അതായത് പീരിയഡ്സിൻ്റെ അളവ് കുറയുക, ഫ്ലോ കുറയുന്നൊരവസ്ഥ. അതേപോലെ തന്നെ ഈ ചിലപ്പോൾ ഈ ഹൈപ്പോ തൈറോയിഡിസം പോലെ തന്നെ മറ്റ് ഹോർമോൺസും ഉണ്ട്. അതായത് നമ്മൾ പ്രൊലാക്റ്റിൻ ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. അപ്പോൾ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുമ്പോൾ ചിലപ്പോൾ മെൻസ്ട്രൽ ഡിസ്റ്റർബൻസസ് പോലെ വരാം. അതായത് നമുക്ക് പീരിയഡ്സ് വരാത്തൊരു അവസ്ഥയോ പീരിയഡ്സ് വരാൻ താമസിക്കുന്ന ഒരു അവസ്ഥ വരാം. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ, അതായത് ഈ നമ്മൾ അഡോളസൻസിലോ അതേപോലെ തന്നെ നമ്മൾ യങ് ഏജ് ഗ്രൂപ്പ്, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ പറയുന്ന PCOD. ഇപ്പോൾ PCOD പലരും വിചാരിച്ചിരിക്കുന്ന ഒരു ഓവറിയുടെ ഒരു അസുഖം എന്നുള്ളതാണ്. പക്ഷേ അതൊരു ഹോർമോണൽ കണ്ടീഷനാണ്. അതിലും പ്രധാനമായി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളിൽ തന്നെ പുരുഷ ഹോർമോണിൻ്റെ അളവ്, അത് ആൻഡ്രജൻസിൻ്റെ അളവ് കൂടുന്നൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു അവസ്ഥ വരുന്ന സമയത്ത് പലപ്പോഴും ചിലപ്പോൾ ചില ആളുകൾക്ക് പീരിയഡ്സ് വൈകാം. അതായത് നമ്മൾ സാധാരണ 28 ഡേയ്സ് സൈക്കിൾ പറയുന്ന അപ് ടു മോർ ദാൻ 35 ഡേയ്സ് ആവുക. അല്ലെങ്കിൽ ചിലർക്ക് പീരിയഡ്സിൻ്റെ ഡേയ്സ് കുറയാം, 21 ഡേയ്സിൻ്റെ താഴോട്ട് കുറയുക. അല്ലെങ്കിൽ ചിലർക്ക് പീരിയഡ്സ് വരാതിരിക്കുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ചിലപ്പോൾ പീരിയഡ്സ് നോർമലായിട്ട് വരും, പക്ഷേ ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് തന്നെ വരുന്ന അവസ്ഥകളാണ്.